ഇളയരാജ ചോദിക്കുന്നതിന്റെ അയാൾക്ക് കുറ്റം പറയാൻ പറ്റില്ല എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? ഇയാളിത് ചോദിക്കുന്നതിന് ആരും പ്രത്യേകിച്ച് വിമർശനമൊന്നും കൊടുത്തിട്ടില്ല. അത്ര നല്ല സോങ്ങുകളല്ലേ പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് അയാൾ ചോദിച്ചില്ലെങ്കിൽ ഒരു അത്ഭുതം എന്നേ ഉള്ളൂ. ചില ആൾക്കാരെ സംബന്ധിച്ച് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. കോടികളുടെ കണക്ക് മാത്രമേ പറയുള്ളൂ. എനിക്ക് തോന്നുന്നു ലക്ഷങ്ങളുടെ കണക്കുള്ളതായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. ഈ സോങ്ങുകളുടെ കാര്യം അതേപോലെ സിനിമകള് ഈ മണിരത്നം സിനിമകളെ പോലെ തന്നെയാണ് ഇളയരാജ സോങ്ങുകൾക്കുള്ള ഒരു ജനപ്രീതി എന്ന് പറയുന്നത്. ആളിത്ര കോടി രൂപ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഈ സോങ്ങുകളൊക്കെ ആ സിനിമയിൽ ഇട്ട് ആ സിനിമ ഹിറ്റായി നല്ല രീതിയിൽ ഒരു തുകയൊക്കെ കിട്ടി കഴിയുമ്പോഴായിരിക്കും ചോദിക്കുന്നത്, കോമ്പൻസേഷൻ കൊടുക്കുന്നത്. പേയ്മെന്റ് കൊടുത്തിട്ടാണെങ്കിലും ഇനിയും ആളുകൾ ആ സോങ് ചിലപ്പോ എടുത്തു വെക്കുമായിരിക്കും. കാരണം അത്രയും ഇപ്പോഴും വാല്യൂ ഉണ്ട്, അത്രയും എവർഗ്രെയിൻ ആയിട്ടുള്ള സോങ്സ് ആണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. പ്രണയത്തിന്റെ ഏറ്റവും കൂടുതൽ മനോഹരമായി കാണിക്കുന്നത് മണിരത്നമാണെന്ന് കേട്ടിട്ടുണ്ട്. ആതിര, ഈ ഇളയരാജ സാറ് എന്തെങ്കിലും ഒരു സിനിമയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആ ഒരു സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ ആയിട്ട് ഇത്ര കോടി രൂപ വേണം എന്ന് ഇങ്ങനെ പരസ്യമായിട്ട് പറയാറുണ്ട്. ഇതിപ്പോ 2-3 സിനിമകളിലായി ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത്. അപ്പോ ഇത് എനിക്ക് തോന്നുന്നു ഇവർക്കിത് അറിയാമായിരിക്കുമല്ലോ, ഈ പാട്ടെടുത്താൽ ഇങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട് എന്നുള്ളത്, കോപ്പിറൈറ്റ് ഇഷ്യൂകൾ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇവർക്ക് അറിയാമായിരിക്കും. ഇത് ഇളയരാജ സാറും ഇവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ളൊരു കളിയാണോ ഇത്? അല്ല, ഒരു തവണയൊക്കെ നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും അല്ലാതെ ഉള്ളതായിരിക്കാം. പക്ഷെ ഒന്നിൽ കൂടുതൽ തവണ ഇതേപോലെ ആവർത്തിക്കപ്പെടുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഇവരിത് അറിഞ്ഞതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് റീച്ച് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണോ അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നത്, പുള്ളി കൊണ്ട് പരാതി കൊടുക്കുന്നതെന്ന് തോന്നിപ്പോകും. കാരണം മഞ്ഞുമൽ ബോയ്സിൽ ഉപയോഗിച്ച ആ ഒരു പാട്ട് കൊണ്ട് തന്നെ നമുക്കറിയാം അതൊരു പ്രണയഗാനത്തെ സൗഹൃദഗാനമാക്കി മാറ്റിയ ഒരു രീതിയായിരുന്നു. ആ ഒരു പാട്ട് കൊണ്ട് തന്നെ വേണമെങ്കിൽ അത്രയധികം റീച്ച് അതിലേക്ക് എത്തി. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ഒരു മൂവിക്ക് ആ ഒരു അത്രയും ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ അത്രയധികം ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ആ ഒരു പാട്ടിന് സാധിച്ചിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ അപ്പുറത്തേക്കും ആ ഒരു അവരുടെ ഐക്കോണിക് സോങ്, ഇപ്പൊ ഇളയരാജയെ സംബന്ധിച്ച് ഇതൊക്കെ ഇളയരാജയുടെ ഐക്കോണിക് സോങ്. ഇളയരാജ ഹിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വമ്പൻ നിര തന്നെ ഉണ്ട്, ആ സോങ്സിന്റെ ലിസ്റ്റുകൾ തന്നെ ഉണ്ട്. ഇപ്പോഴും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും നമുക്ക് ആ ഒരു സോങ്സ് ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയ അടിക്കുന്ന കുറെ സോങ്സുകൾ. കാരണം ആ ഒരു സോങ് പാറ്റേൺസ് ആണെങ്കിലും അത് അയാളുടെ ഐക്കോണിക് കാര്യങ്ങളാണ്. അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തിൽ ഇയാളൊരു കോമ്പൻസേഷൻ ചോദിക്കുന്ന കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നാനില്ല. അയാൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ബാധ്യത അപ്പുറത്തുള്ളവർക്ക് ഉണ്ട്. ഇത് വീണ്ടും ഒരു തവണ ചോദിച്ചു ഒരു സിനിമയിൽ നമ്മൾ ഉപയോഗിച്ച് ചോദിക്കുന്നത് കണ്ടു, വീണ്ടും വീണ്ടും സിനിമകളിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് വിചാരിക്കുന്നത് ഇവർക്ക് ഓൾറെഡി അറിയാമല്ലോ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ പാട്ടുകൾ എടുത്ത് വേറെ സിനിമകളിൽ ഉപയോഗിക്കുന്നതിനോട് അയാൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ നല്ലൊരു ഭീമൻ തുക വാങ്ങുകയും ചെയ്യും. പക്ഷെ ഈ സോങ്ങുകളൊക്കെ ആ സിനിമയിൽ ഇട്ട് ആ സിനിമ ഹിറ്റായി നല്ല രീതിയിൽ ഒരു തുകയൊക്കെ കിട്ടി കഴിയുമ്പോഴായിരിക്കും പറയുന്ന രീതിയിൽ ചോദിക്കുന്നത്, കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചും കൊടുക്കുന്നതുകൊണ്ട് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ചുകൂടെ ഒരു റീച്ചുകൾ എത്തപ്പെടും എന്നുള്ളൊരു രീതി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സോങ്ങുകളുടെ കാര്യം അതേപോലെ സിനിമകള് ഈ മണിരത്നം സിനിമകളെ പോലെ തന്നെയാണ് ഇളയരാജ സോങ്ങുകൾക്കുള്ള ഒരു ജനപ്രീതി എന്ന് പറയുന്നത്. ഇത്തിരി കലകൾക്ക് വലിയ ഭാഷ ഒരു ബൗണ്ടറീസ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് ശരിക്കും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും പുതിയ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും എഴുത്തുകാരൊക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും വീണ്ടും ഈ ഒരു ടച്ചിലേക്ക് നമുക്ക് വീണ്ടും എത്തിപ്പെടുക അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിൽ വീണ്ടും നമ്മൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അയാളെ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അയാൾ അത് ചോദിക്കുന്നതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഇയാളത് ചോദിക്കുന്നതിന് ആരും പ്രത്യേകിച്ച് വിമർശനമൊന്നും കൊടുത്തിട്ടില്ല. അത്ര നല്ല സോങ്ങുകളല്ലേ പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് അയാൾ ചോദിച്ചില്ലെങ്കിൽ ഒരു അത്ഭുതം എന്നേ ഉള്ളൂ. ചില ആൾക്കാരെ സംബന്ധിച്ച് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചോദിക്കാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം. പക്ഷെ ഇളയരാജ ചോദിക്കുന്നതിന്റെ അയാൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? ഇവർ ഈ പാട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. ഈ പാട്ടുകൾ അവര് പിന്നെയും ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടിടുമ്പോഴേക്കും തിയേറ്ററിൽ എന്തായാലും ഈ പാട്ടുകൾ റിപ്പീറ്റ് അവിടെ നിന്ന് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തായാലും റിപ്പീറ്റ് ഇങ്ങനെ കേൾക്കാം, അവരിരുന്ന് പാടും. ഇവിടെ കുറച്ചുകൂടി ആൾക്കാർക്ക് അങ്ങനത്തെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ
രീതിയിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുമായിരിക്കും. പക്ഷെ ഈ പാട്ടുകൾ ഭയങ്കരമായിട്ട് പിന്നെ ട്രെൻഡിങ് ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മൾ ഇരുന്ന് കേൾക്കും, അങ്ങനെ ഈ പടത്തിനെ കുറിച്ച് കൂടുതൽ അറിയും. അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. ഇതിന് ശേഷം ഈ ഒരു എമൗണ്ടിന്റെ കാര്യം വരുമ്പോഴേക്കും എന്തായാലും അത് പിന്നെയും ഒരു ഹൈപ്പിലേക്ക് എത്തുന്നുള്ളതാണ്. എന്തായാലും ആ പടം നന്നായിട്ട് ഓടി ഒരു നല്ലൊരു തുക കളക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആള് എനിക്ക് ഇത്ര കോടി രൂപ വേണം. കോടികളുടെ കണക്ക് മാത്രമേ പറയുള്ളൂ. എനിക്ക് തോന്നുന്നു ലക്ഷങ്ങളുടെ കണക്കുള്ളതായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കി വെച്ച പാട്ടുകൾ കൊണ്ടിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് മതി ജീവിക്കാൻ വേണ്ടിയിട്ട് ആൾക്ക്. അതിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ട്രോളുകൾ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട്. ആൾ ഇത്ര കോടി രൂപ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ആള് ചോദിക്കുന്നതിന് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ആൾ അത്രയും കഴിവുള്ളൊരു മനുഷ്യനാണ്. ഈ എവർഗ്രീൻ സോങ്സ് ആണ് ഇതൊക്കെ. ചിത്ര പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കാന്നുള്ളത്. അതേ ആ ഒരു സോങ് അന്ന് കുറെ 90s 80s ഇറങ്ങിയിട്ടുള്ള ആ പാട്ടുകളുടെ ലൂപ്പിൽ നമ്മൾ ഇന്ന് സമാധാനം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ല എന്നുള്ളതാണ്. പുള്ളി അത് ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണല്ലോ അതിനൊരു ആസ്വാദകർ ഉണ്ടായിട്ടുള്ളതും അത് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ഈ ആശീർവാദ് സിനിമാസ് കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ലാലേട്ടന്റെ സിനിമകൾ എടുത്ത് ഇടുന്നതും അതിന്റെ ക്ലിപ്പുകൾ തന്നെ അവര് വീണ്ടും കട്ട് ബൈ പോർഷൻ ആയിട്ട് ഇടുന്ന രീതി കണ്ടിട്ടില്ലേ? ഈ സാധനങ്ങളൊക്കെ എവർഗ്രീൻ ആണ്. ഇതൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കത്തുമെന്നുള്ളതും ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 30 മില്യൺ 40 മില്യൺ 50 മില്യൺ ആൾക്കാർ കാണും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവരത് വീണ്ടും ഉപയോഗിക്കുന്നത്. കാരണം ഇതൊക്കെ ഐക്കോണിക് സാധനങ്ങളാണ്, എവർഗ്രീൻ സാധനങ്ങളാണ്. ക്ലാസിക് സിനിമകളെ പോലെ അല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഇതുപോലെ റീക്രിയേറ്റ് അല്ല, ഓരോ പടങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് ഇളയരാജന്റെ പാട്ടുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. എനിക്കറിയില്ല ബാക്കി എത്ര പേരുടെ പാട്ടുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് വന്നാലും ആളുകൾ ഇതുപോലെ നെഞ്ചിലേറ്റുന്ന പാട്ടുകളാണ് ആ ഒരു പടത്തിലേക്ക് കൊണ്ടിടുന്നത്. അത് പിന്നെയും ട്രെൻഡിങ് ആക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ വിജയമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ കാണത്തില്ലേ റീലുകളൊക്കെ, ഇപ്പോ ആ പടത്തിന്റെ ചെറിയൊരു ക്ലിപ്പിംഗ് ആയിട്ടൊക്കെ റീലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ആ പടങ്ങളുടെ പാട്ടൊക്കെ നമ്മളിപ്പോ അന്ന് ചിലപ്പോ കേൾക്കാത്ത ആൾക്കാരായിരിക്കും. നമ്മളൊന്നും ആ സമയത്ത് ചിലപ്പോ ഈ പാട്ടൊന്നും ആ ട്യൂണിൽ കേട്ടിട്ടേ ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ടൈപ്പിലുള്ള സോങ്സ് ആള് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെയിം പാറ്റേൺ മാറ്റിയിട്ട് ഇവര് വർക്ക് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കും അതിന്റെ ഒരു എന്താ പറയാ ഒരു ഭംഗി, ഒരു സോള് ചിലപ്പോ നഷ്ടപ്പെടാറുണ്ട്. ഈ ഇളരാജയുടെ സോങ്ങുകളാണെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്തു വെച്ചിരിക്കുന്ന ഇമോഷനിൽ നിന്നും കുറച്ച് ഇമോഷണൽ ചേഞ്ചസ് നമ്മൾ പറയില്ലേ, ഈ BGM മാറ്റി കഴിഞ്ഞാലൊക്കെ ആ ഒരു സിറ്റുവേഷനെയും മാറ്റി കളയാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മഞ്ഞുമൽ തന്നെ ആയിരിക്കും. കാരണം ആ ഒരു കേവിനകത്തില് കമലഹാസനെയാണ് നമുക്ക് അതിനകത്തിൽ ആ ഒരു പാട്ടില് ഓർമ്മ വരുന്നതെങ്കിൽ, പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചിട്ട് ആ ഒരു ലവ് സോങ് എന്ന് പറയുന്ന ഒരു സാധനം മാറ്റി, ആ ഒരു ഇമോഷൻ മാറ്റി ഫ്രണ്ട്ഷിപ്പിന്റെ സോങ്ങിലേക്ക് ചേഞ്ച് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇമോഷണൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം മഞ്ഞുമലിനകത്തിലെ പാട്ടെന്ന രീതിയിലായിരിക്കാം ഇത് കേൾക്കുക. കാരണം ജനറേഷൻ ചേഞ്ച് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലങ്ങൾക്ക് മുമ്പുള്ള കമലഹാസൻ സിനിമകൾ ആരെങ്കിലും എടുത്ത് നോക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പല പാട്ടുകളും കേൾക്കുന്ന സമയത്ത് ഇത് 80s അവർ നിർമ്മിച്ച സാധനങ്ങളായിരിക്കും. ആ സിനിമകളോ അല്ലെങ്കിൽ അതിന്റെ ഇമോഷനോ ആ മിക്ക പാട്ടുകളുടെ ഇമോഷൻസ് ഒക്കെ അവർക്ക് അറിയുമെന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ആ ഒരു ഫ്ലോയിലനുസരിച്ച് നമ്മൾ പാടുന്നു, ആസ്വദിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്കും ആ പാട്ട് ആ സിനിമയിൽ കൊണ്ടുവരുന്ന ആ ഒരു ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അത് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഓൺ ദ ഫ്ലോയിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. BGMs കൊണ്ട് പിന്നെയും കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും സോങ്സിന്റെ ആ ഒരു പാറ്റേൺ അറിയണമെങ്കിൽ നമ്മൾ ആ സിനിമ പോയി കാണണം എന്നൊരു രീതിയുണ്ട്. പല സോങ്ങുകളും ഒക്കെ എന്താ പറയാ ഭയങ്കര സാഡ് സോങ്ങുകളൊക്കെ എടുത്തിട്ട് ഒരു ഹാപ്പി മൊമെന്റിനൊക്കെ ഇടുന്നൊക്കെ ഒരു രീതിയൊക്കെ ഉണ്ട്. ചില പാട്ട് ആസ്വാദകരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസീഷ്യൻസിനൊക്കെ അതിന് ഒരുപാട് കഥകളൊക്കെ പറയാൻ കാണും. ആ ഒരു പാട്ട് എഴുതിയതിന്റെ പിന്നിലെ അല്ലെങ്കിൽ അത് പാടുന്നതിന്റെ പിന്നിലെ. ചിത്ര കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, മറ്റേ നമ്മുടെ ONV കുറുപ്പ്, പത്മരാജൻ, ഇവരുടെയൊക്കെ ഈ ആ കാലഘട്ടത്തില് മ്യൂസിക് കമ്പോസിഷൻസ് ഒക്കെ നടന്നിട്ടുള്ളത് വീട്ടിലായിരുന്നു. അപ്പൊ വീട്ടില് അതൊരു ഒരു ഉത്സവമൊക്കെ മാതിരി ഡെയിലി ഈ എഴുതുന്ന വരികൾ എഴുതുന്ന ആൾക്കാരും അതേപോലെ ട്യൂൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ കൂടിയിരുന്നിട്ട്
അവരുടെ ഒരു ഇറയായിരുന്നു ആ ഒരു പാട്ട് ജനിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞിനെ ജനിക്കുന്ന പോലെ അവർക്ക് അത്ര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറെ അധികം കഥകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ സ്റ്റുഡിയോസിലേക്കൊക്കെ മാറി ഇത്തരം കഥകളും ഇമോഷൻസ് ഒക്കെ അധികം കുറവാണെങ്കിലും പഴയ അപ്പൊ ഈ പറയുന്ന ഓരോ പാട്ടുകൾക്കും അങ്ങനെ ഓരോ കഥകൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ചിത്ര ചേച്ചിയുടെ തന്നെ എത്രയോ മനോഹരമായ കഥകളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ പാട്ട് പാടാൻ വേണ്ടി സ്റ്റുഡിയോയിലേക്ക് പോകുന്ന സമയത്തും അവർ തമ്മിൽ അല്ലെങ്കിൽ ഈ പാട്ടിന്റെ ചില പാട്ടുകളൊക്കെ പറയുമ്പോൾ ചിത്ര ഇങ്ങനെയല്ല, ഇങ്ങനെ ഇതാണ് എന്റെ ഇമോഷൻ, എനിക്ക് വേണ്ടത്, ഈ പാട്ട് ഈ സന്ദർഭമൊക്കെ പറഞ്ഞു കൊടുത്ത് പാട്ട് പാടിക്കുന്നത്. ആ ഒരു അത്തരം കഥകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്കും ഇല്ലാതാവും എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ ഇപ്പൊ പലരിലും കാണുന്നത് എന്താന്ന് വെച്ചാൽ നേരത്തെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ പാടാറുണ്ട്. പക്ഷെ നേരത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എനിക്ക് തോന്നിയിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല, കേൾക്കാൻ നമുക്ക് എപ്പോഴും ഓർമ്മ കിട്ടുമായിരുന്നു ആ പാട്ടുകളൊക്കെ. ഇപ്പൊ കുറെ പാട്ടുകൾ ഇറങ്ങുന്നോണ്ടാണോ എന്നറിയില്ല, ഓർമ്മ കിട്ടത്തില്ല ഏതൊക്കെയാണ് ആ പാട്ട്. ഈ പാട്ട് ട്രെൻഡ് കഴിയുമ്പോ അതങ്ങ് മറന്നു പോകും. ട്രെൻഡ് കഴിയുമ്പോ പിന്നീട് അത് ഉപയോഗിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അത് വീണ്ടും പാടിക്കൊണ്ടിരിക്കാനാണെങ്കിലും ആ ഒരു എന്താ ആവർത്തന വിരസത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീല് തോന്നും. കാരണം ട്രെൻഡ് കഴിഞ്ഞില്ലേ, ഇത് ഇപ്പോഴും മറന്നില്ലേ, ആ ഒരു സാധനം ഈ പറയുന്ന എവർഗ്രീൻ സോങ്ങുകൾക്കില്ല. അതാണ് ഇത് തമ്മിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് മേ ബി അവര് അന്നുണ്ടായ ഒരു ഇറ ഓഫ് ആൾക്കാർ ചേർന്നിരുന്ന് ക്രിയേറ്റ് ചെയ്ത് ഈ പറയുന്ന ഈ ഇമോഷൻസ്, അതിന്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ ആ വരികൾ എഴുതുന്ന ആള് അതോടൊപ്പം തന്നെ ഇത് കമ്പോസ് ചെയ്യുന്ന ഓരോ ആൾക്കാർ കൂടി ഇരുന്നല്ലേ ഇത് ട്യൂൺ കമ്പോസ് ചെയ്യുന്നത്. ഇവർക്കൊക്കെ ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷൻസ്, ഈ സാധനം നമ്മൾ ഏത് സമയത്ത് കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഓക്കെ ആയിരിക്കും. ഇളയരാജയുടെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പാറ്റേൺ ഓഫ് സോങ്സ് ഉണ്ട് നമുക്ക് വളരെ ഒരു ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നത്, ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ കേൾക്കാൻ പറ്റുന്നത്, ലവ് ഹിറ്റ്സ്, ഇനിയിപ്പോ കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ ആ സമയത്ത് കേൾക്കാൻ പറ്റുന്നത്. ഇതിന് തന്നെ പാറ്റേൺസ് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മൾ നോക്കുമ്പോ. ഇപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ കുറച്ച് പുതിയ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ലെ ഈ പഴയ ആൾക്കാർ തന്നെ ഇങ്ങനെ വന്ന് അവരുടെ അടുത്തേക്ക് തന്നെയായിരുന്നു ഈ പിന്നെയും ഓരോ ഹിറ്റ്സ് പാട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് പുതിയ കുറെ ആൾക്കാർ വരുമ്പോ പല പല പാറ്റേൺസിലുള്ള പാട്ടുകൾ ഇപ്പൊ ഇന്ന് ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴേക്കും എന്തായാലും അതിന്റെ ആ സിനിമയുടെ ഡയറക്ടറും അല്ലെങ്കിൽ അവരുടെ പ്രൊഡ്യൂസേഴ്സും അങ്ങനത്തെ കുറെ ആൾക്കാർ ഇവരുടെ അടുത്ത് കുറെ ഒരു ലിമിറ്റേഷൻസ് പറയും, അല്ലെങ്കിൽ ഇന്ന ഒരു ഇമോഷൻ ആയിരിക്കണം. ഇവരുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ബൗണ്ടറിക്ക് അകത്ത് നിന്നിട്ട് ഇവർക്ക് പാട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതായത് ഫ്രീഡം ഉണ്ടാവില്ല. അതായത് ഇവർക്ക് ഇനി ഞങ്ങൾക്ക് ഇതാണ് വേണ്ടത്, ഇതൊരു സുഖമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു എന്താ സുഖമില്ലാഞ്ഞിട്ട് തന്നെ ആയിരിക്കാം, പക്ഷെ ഒരു നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അത് പോവില്ല. അത് കുറച്ചുകൂടി ഇരുത്തം വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കും. പക്ഷെ പുതിയതായിട്ട് വരുന്ന കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറെ അഭിപ്രായങ്ങള്, അവിടെ നിൽക്കുന്ന എന്താ പറയാ നടൻ വരെ അഭിപ്രായം പറഞ്ഞിട്ടായിരിക്കാം ആ ഒരു സോങ് പുറത്തേക്ക് ഇറങ്ങുന്നതും അതിന്റെ ഔട്ട് അവര് ഫയലാക്കി കൊടുക്കുന്നതും ഒക്കെ. അങ്ങനെ പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഈ ഇതിനകത്തില് ഈ കരോക്കെ ഇല്ലാത്തൊക്കെ ചില ഭാഗങ്ങളൊക്കെ പാടത്തില്ലേ, പഴയ സോങ്ങിന് എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ ഹിറ്റായി നിൽക്കുന്ന ഒരു സാധനം അതാണെന്ന് തോന്നുന്നു. ചില ഭാഗങ്ങളൊക്കെ ഈ പുറത്തുള്ള ഈ മ്യൂസിക്കിനെക്കാട്ടിലും ഇവരിത് തന്നെ ഇങ്ങനെ പാടി പോകുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ സോങ്ങിന്റെ കൂട്ടത്തിൽ ഡയലോഗ് വരുന്നത്, അത് അവരെനിക്ക് തോന്നുന്നു അവരത് പെർഫോം ചെയ്യുന്നതും അതിനോടൊപ്പം ഈ മഹാനടിയുടെ മഹാനടി ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്തില് സാവിത്രിയുടെ ആ ഒരു സിനിമ അല്ലെങ്കിൽ അത് ജെമിനി ഗണേഷ് അവരുടെ ഒരു കോംബോ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ തിരിച്ച് അഭിനയിക്കുന്നതിന്. അതിനകത്തിലൊക്കെ സോങ്ങുകളുടെ ആ ഒരു പ്രത്യേകത, അതിനകത്തില് എക്സ്ട്രാ ആ സോങ്ങിനകത്ത് തന്നെ ഇവര് അഭിനയിക്കുന്ന ഒരു സാധനം, അവരെന്താ ആ ഒരു മൊമെന്റിൽ ഇമോഷൻസ് എന്താണോ അതായിരിക്കും അതിനകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്, അത് അവര് പെർഫോം ചെയ്യും. ഈ സോങ്ങിന്റെ അകത്ത് തന്നെ ഡയലോഗുകൾ വരുന്നുണ്ട്, ചില എടുത്താണെങ്കിൽ കരോക്കുകൾ ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഭയങ്കര മനോഹരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത്, അത് ആ ഏറെ നമുക്ക് സമ്മതിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇനി അവരെത്ര പൈസ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സാധനം കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതൊക്കെ ഇവിടെ തന്നെ നിലനിൽക്കും. ഇതിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും
ഈ അത് മിനിക്ക് മിനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിന്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോ ഭയങ്കര മെലോഡിക് ആയിട്ടുള്ള സോങ്സ് ആണെന്നുണ്ടെങ്കിലും അത് ഡി ജെയിലേക്ക് വരുമ്പോ പോലും അതിനൊരു സൗന്ദര്യം ഉണ്ട് എന്നുള്ളതാ. അത് ഇളയരാജ സാറിന്റെ സോങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസം. ഇപ്പൊ കൺമണി അൻപോട് തന്നെ ഡി ജെ ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കും അന്നത്തെ കാലത്ത് ആൾക്കാർ ഓർത്തിട്ട് കൂടി ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ട്യൂണിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാറ്റേണിലേക്ക് ഈ സോങ്സ് മാറ്റാൻ പറ്റും എന്നുള്ളത് അവർ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഇന്നത്തെ കാലത്ത് ആളുകൾ റീലും അതും ഇതുമൊക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിടുമ്പോഴേക്കും നമുക്ക് ശരിക്കും ഭയങ്കര ഒരു പ്രൗഡ് ഫീല് തോന്നും. കാരണം നമ്മളുടെ നമുക്കിപ്പോ കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് ഇളയരാജ സാർ ഉണ്ടാക്കിയ സോങ് ആണ് ഇത്രയും ഭംഗിയായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പേരുണ്ടല്ലോ ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ എന്റെ കോപ്പിറൈറ്റിന്റെ സോങ്ങിന്റെ ഇത് മേടിക്കും പൈസ മേടിക്കും എന്നുള്ള ഒരു സാധനം. പക്ഷെ ഇനി കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ഒരു പടം ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ കോപ്പിറൈറ്റിന്റെ ഇത് മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പേയ്മെന്റ് കൊടുത്തിട്ടാണെങ്കിലും ഇനിയും ആളുകൾ ആ സോങ് ചിലപ്പോ എടുത്തു വെക്കുമായിരിക്കും. കാരണം അത്രയും ഇപ്പോഴും വാല്യൂ ഉണ്ട്. അത്രയും എവർഗ്രെയിൻ ആയിട്ടുള്ള സോങ്സ് ആണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ഇനിയും ആളുകൾക്ക് കേൾക്കാനായിട്ട് ഇഷ്ടമുണ്ടാവും. ജോൺസൺ മാഷും പത്മരാജനും ഒക്കെ ഉള്ളതുപോലെ തന്നെയാണ് തമിഴില് ഈ പറയുന്ന ഇളയരാജയും മണിരത്നവും ഇവരൊക്കെ ഉള്ളത്. ഈ സോങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിനാണ് കൂടുതൽ ഈ ഇമോഷൻസ് എന്ന് വെച്ചാൽ സാഡ് ആണെങ്കിൽ അത്ര ഒരു മ്യൂസിക് ഇട്ട് പ്രത്യേകിച്ച് ഡയലോഗുകൾ ഒരു കുറവായിരിക്കും. ഇതില് അവരുടെ ഒരു ഇമോഷൻ കാണിക്കാൻ പ്രത്യേകിച്ച് അവസ്ഥകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് മാത്രം കാണിച്ചിട്ട് വിഷമാണോ സന്തോഷമാണോ ഇതിനൊക്കെ അങ്ങനെ ഒന്ന് പ്രദർശിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. അതിനുശേഷമാണ് ഈ പറയുന്ന ഈ സോങ്ങുകൾക്കൊക്കെ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നതും അതിനുശേഷമാണ് ഈ പറയുന്ന സോങ്ങുകൾക്കകത്ത് തന്നെ ഡാൻസ് പെർഫോമൻസും ഐറ്റം സോങ്ങുകള് ഇതൊക്കെ ഒരു സിനിമയുടെ ഒരു ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഓരോ ആൾക്കാരെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അതിനകത്തില് പുതിയ പുതിയ ഡയറക്ടേഴ്സ് വന്നു കഴിഞ്ഞാലും എല്ലാത്തിനകത്തുനിന്നും അവർ എടുക്കുന്നുണ്ട്. അതിനകത്ത് നിന്നൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ സത്യജിത്രയുടെ ഫ്രെയിംസുകളൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ പ്രണയത്തിന്റെ ഏറ്റവും കൂടുതൽ മനോഹരമായി കാണിക്കുന്നത് മണിരത്നമാണെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ സ്ത്രീ കഥാപാത്രങ്ങളെ ഇതൊക്കെ ഭംഗിയായിട്ടാണ്. ഇത് ഇപ്പൊ അടുത്ത് മഞ്ജു വാര്യർ ഒരു സിനിമയാണെന്ന് തോന്നുന്നു ഒരു സോൾട്ട് ആൻഡ് പേപ്പർ മോഡൽ ഒരു കാര്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് രഞ്ജിത്തിന്റെ മൂവി ഷോർട്ട് ഫിലിം ആരോ. അപ്പൊ അതിനകത്തില് പറയുമ്പോ വളരെ എന്തൊക്കെയോ ട്രോൾസും ഒക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷെ അതിനകത്തില് ആ ഒരു മഞ്ജുവിനെ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഭംഗിയുണ്ട്. അതേപോലെ ഇതിന്റെ കുറെ അധികം ഷോർട്ട് മൂവീസ് ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം മണിരത്നം അവതരിപ്പിച്ച ആ ഒരു ഭംഗിയുണ്ടല്ലോ ആ ഒരു രീതിയിലേക്ക് ഫ്രെയിമുകളിൽ ഇവരെ എത്തിക്കുക എന്നുള്ള ആ ഒരു രീതിയാണ്. ഇതൊക്കെ എല്ലാവരും ചൂസ് ചെയ്ത് എടുക്കുന്നുണ്ട് എല്ലാവരും. സംഗീതത്തിൽ നിന്നാണെങ്കിലും എല്ലാത്തിൽ നിന്നും ഇതിനു മുൻപ് ചെയ്തു വെച്ചിരിക്കുന്ന ആൾക്കാരെ ഗുരുക്കരായി കണ്ടു തന്നെയാണ് സ്വീകരിച്ച് അതിൽ പുതുമ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. ഇനിയും സിനിമകളിലൊക്കെ ഇളയരാജയുടെ ഒക്കെ സോങ്ങുകളൊക്കെ ഉപയോഗിക്കട്ടെ. ഇത് ചോദിക്കുകയാണെങ്കിൽ ആ പൈസ കൊടുക്കാൻ പറ്റട്ടെ.